എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തുവിലൂടെ കൃപാസന മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് നിമി ജോസഫ്. ഞാൻ ആലപ്പുഴ തത്തമ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു സ്റ്റാഫ് നഴ്സാണ്. 2022 ജനുവരി 3 ഞാൻ ഉടമ്പടി എടുത്തത്. 2007 ഞാൻ നഴ്സിംഗ് പാസ് ഔട്ട് ആയതാണ്. അന്നോട്ട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്നുള്ളത്. ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂവിന് അറ്റൻഡൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒന്നിനും പാസ്സാകത്തില്ല. അങ്ങനെ 2009 ആയിരുന്നപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ എനിക്ക് 3 കുട്ടികളായി. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. അങ്ങനെ 12 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ എന്നെക്കൊണ്ടത് നടക്കത്തില്ല എന്നൊക്കെ ഞാൻ വിശ്വസിച്ചു. ഞാൻ ആലപ്പുഴയിലാണ് എൻ്റെ വീടുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഇവിടെ കൃപാസനത്തിൽ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ ഞാൻ ഉടമ്പടി എന്നെക്കൊണ്ട് ഇനി ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് വിദേശത്ത് പോകാൻ എനിക്ക് സാധിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യം 2 പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കി. എന്നിട്ട് എൻ്റെ ഒരാഗ്രഹം പോലും സാധിച്ചു കിട്ടിയില്ല. അങ്ങനെ 3ാമത്തെ ഉടമ്പടി ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, മാതാവ് എനിക്കിത് സാധിച്ച് തന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ആദ്യത്തെക്കാളും കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനൊന്നും പറ്റിയില്ല. ബൈബിൾ വായനയാണെങ്കിലും കുറവായിരുന്നു. പക്ഷേ ഞാൻ 3ാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ കൂടുതൽ സാക്ഷ്യം കേൾക്കാനും എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും ഒക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 3ാമത്തെ ഉടമ്പടി എടുത്ത് പോയപ്പോൾ എനിക്കൊരു മാൾട്ടയ്ക്ക് പോകാനുള്ള ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പം ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ ഇവിടുന്ന് കിട്ടിയ കാശുരൂപവും വിശുദ്ധ തൈലം തലയിൽ പൂശിയും ഉപ്പ് വായിലിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ പറ്റി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഇൻ്റർവ്യൂ ഇങ്ങനെ പാസ്സാകുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ പെട്ടെന്നൊക്കെ നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ 3 മാസത്തെ ആ ഉടമ്പടി തീർന്നിട്ടും എൻ്റെ ആഗ്രഹം എനിക്കൊരു അപ്ഡേഷനും കിട്ടിയില്ല. അങ്ങനെ ഞാൻ അപ്പം ഞാൻ മാനസികമായി ഒത്തിരി തളർന്നു. ഇനി ഉടമ്പടി മുന്നോട്ട് പോകണ്ട, ഇവിടെ വെച്ച് നിർത്തിയേക്കാം, ഇനി എൻ്റെ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ച് ഞാൻ എൻ്റെ കുട്ടികളുമായിട്ടാണ് ഇരുന്ന് ധ്യാനം ഈ സാക്ഷ്യം കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ പിള്ളേർ പറയും, അമ്മ ഉടമ്പടി നിർത്തരുത്, അമ്മയ്ക്ക് മാതാവ് എന്തായാലും ഇത് സാധിച്ചു തരും, അമ്മ പ്രാർത്ഥിക്കണം ഒക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, നടക്കത്തില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ 2 ദിവസം ഉടമ്പടി പ്രാർത്ഥന ചെല്ലിയില്ല. 3ാമത്തെ ദിവസം എൻ്റെ മോന് ഭയങ്കരമായ പനി വന്നു. എന്നിട്ട് അന്ന് രാത്രി അവൻ ഉറങ്ങിയില്ല. അപ്പോൾ രാവിലെ 5:30 ആയപ്പോൾ അമ്മ പറഞ്ഞു, വാ നമുക്ക് 2 പേർക്കും കൂടെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലാം, അമ്മ വാ എന്നും പറഞ്ഞ് അവൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലി. അതിന് ശേഷം പിന്നെ ഞാൻ ആ ഉടമ്പടി മുടക്കിയില്ല. പിന്നെ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ചെല്ലാൻ തുടങ്ങി. 4ാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് പുതുക്കി ഞാൻ പുതുക്കാനായിട്ട് മേളിൽ ചെന്ന് കഴിഞ്ഞപ്പം ആ ചേച്ചിമാരോട് ചോദിച്ചു, ഇത്രയും പുതുക്കിയില്ല, ഇതുവരെ നിനക്കൊരു അനുഗ്രഹവും സാധിച്ചു കിട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു അനുഗ്രഹമൊന്നും കിട്ടിയിട്ടില്ല. നിനക്ക് കിട്ടിക്കാണും, നീ ഒന്ന് ഓർത്ത് നോക്ക് എന്ന് പറഞ്ഞ് എൻ്റെ ഒരു പേപ്പർ തന്ന് എഴുതാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ പേപ്പർ ബാഗിനകത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഇറങ്ങി താഴെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ആദ്യത്തെ അനുഭവമാണത്. അവൻ പറഞ്ഞു, മാതാവാണെങ്കിൽ എനിക്കിതൊരു അടയാളം കാണിച്ചു തരണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യത്തെ 2 പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോഴും മാതാവിൻ്റെ രൂപം കൊണ്ട് പ്രദക്ഷിണമൊന്നും ഇല്ലായിരുന്നു. അന്ന് പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ടോക്കൺ എടുത്തപ്പോൾ മാതാവിനെ എടുക്കാനായിട്ട് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തരാൻ വേണ്ടി മാതാവിനെ ഒരുക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ 4ാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അപ്രൂവൽ ലെറ്റർ വന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്രൂവൽ ലെറ്റർ വന്നപ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് സന്തോഷിച്ച്. അപ്പോൾ അപ്രൂവൽ ലെറ്ററിൻ്റെ പുറകെ അതിനകത്ത് IELTS വേണമെന്നുള്ള ഒരു നിബന്ധനയും കൂടെ അതിനകത്ത് വന്നു. പിന്നെ എൻ്റെ IELTS എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. IELTS എഴുതാനുള്ള ഒരു കഴിവും എനിക്കില്ല. അപ്പം വീട്ടുകാരോട് ഇങ്ങനെ ഞാൻ നിർത്തുക, IELTS എഴുതാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. വീട്ടുകാർ പറഞ്ഞു, നീ ഇത്രയും പ്രാർത്ഥിക്കുന്നതല്ലേ. ഞാൻ വീട്ടിലൊക്കെ ഈ സാക്ഷ്യം ഉറക്കെ വെച്ച് എല്ലാവരും കേൾപ്പിച്ചാൽ ഞാൻ ഈ സാക്ഷ്യം ഉറക്കെ വെക്കുമായിരുന്നു. പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്നതല്ലേ, നിനക്ക് സാധിക്കും, നീ IELTS എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ IELTS എഴുതാം എന്ന് തീരുമാനിച്ച് എനിക്ക് പേടിയാണ്. ഞാൻ IELTSൻ്റെ ക്ലാസ്സിൽ പോകുമ്പം തൈലം പൂശുകയും വിശ്വാസ പ്രമാണം വെച്ചാൽ ആ ക്ലാസ്സിൽ എത്തുന്നിടം വരെ വിശ്വാസ പ്രമാണം ചെല്ലിയാണ് ഞാൻ സ്കൂട്ടറിൽ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് അവർ പറയുന്നതൊന്നും ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ പയ്യെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 1 മാസത്തെ പഠിത്തം കഴിഞ്ഞ് ഡേറ്റ് എടുക്കുന്നതിന് മുന്നേ ഞാനിവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്ന് ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പം തൈലം
കൂടുതൽ വരട്ടി ആ എഴുതുന്ന അവിടെ ടേബിളിൽ അത് കുരിശ് വരച്ച് വിശ്വാസർമ്മം ചൊല്ലി കയറുന്നതായിക്ക് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ സ്പീക്കിങ്ങിന് വന്നപ്പം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവർ പറയുന്നത്. ഞാനത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാൻ പറയുന്നപ്പം ഞാനല്ല പറഞ്ഞത്, മാതാവാണ് എൻ്റെ കൂടെ അവിടെ വന്ന് സംസാരിച്ചത്. പിന്നെ അങ്ങനെ ഞാൻ അപ്പം തൊട്ട് എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തുവിലൂടെ എനിക്ക് IELTS ആവശ്യമുള്ള സ്കോർ നൽകി ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു. ഞാനിങ്ങനെ എത്ര വട്ടമാണ് പറഞ്ഞെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരീക്ഷ കഴിഞ്ഞ ശേഷം എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തുവിലൂടെ എനിക്ക് മാതാവ് ആവശ്യമുള്ള സ്കോർ നൽകി അനുഗ്രഹിക്കുമെന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ റിസൾട്ട് വന്നപ്പം എനിക്ക് ആവശ്യമുള്ള സ്കോർ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ മാളുടെക്ക് എല്ലാം പേപ്പറുകളെല്ലാം കൊടുത്ത് ഇപ്പോൾ കൊടുക്കുന്നവർക്കെല്ലാം റിജക്ഷനായി പോകുകയെന്ന് പറഞ്ഞ് വീണ്ടും ഞാനിങ്ങനെ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പാസ്പോർട്ട് ഞാനൊരു നുള്ളുപ്പിട്ട് മാളുടെക്ക് അയച്ച് തിരിച്ചു വന്നപ്പോൾ എനിക്ക് പോകാനുള്ള വിസ അടിച്ചാണ് എൻ്റെ പാസ്പോർട്ട് വന്നത്. ഈ 15-ാം തീയതി ഞാൻ മാളുടെക്ക് പോവുകയാണ്. എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് എൻ്റെ പപ്പായ്ക്ക് തലവേദനയായിരുന്നു. ആദ്യം ഉടമ്പടി പുതുക്കാനപ്പോഴും തലവേദനയുണ്ട്. ഒരു തലവേദനയല്ലേ, അത് സാരമില്ല, മാറിക്കോളുമെന്ന് വിചാരിച്ച്. പക്ഷേ MRI ചെയ്ത് CT ചെയ്ത് അതിനകത്തൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ രണ്ടാമതും ഞാൻ പുതുക്കാൻ വന്നപ്പോഴും പപ്പയുടെ തലവേദന മാറിയിട്ടില്ല. അപ്പം ഞാനത് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ പപ്പായ്ക്ക് ഇന്ന് വരെ ആ തലവേദന വന്നിട്ടില്ല. പിന്നെ എൻ്റെ മക്കളൊക്കെ ഒത്തിരി വിശ്വാസത്തിലേക്ക് വളർന്ന് എനിക്ക് മറക്കാൻ വയ്യാത്തൊരു അനുഗ്രഹമാണ്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായി ഞാൻ ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പത്രമൊക്കെ മേടിച്ച് ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പത്രം മേടിച്ച് വയ്ക്കുകയും എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും ഞാൻ നേഴ്സാണ്, ഞാൻ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ പൊതിച്ചോറ് കെട്ടി ജനറാശുപത്രി കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ജനറാശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി എന്നെ കയറ്റി വിട്ടില്ല. ഞാൻ വീട്ടിലെ ജോലിക്ക് പോകണം, വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കണം, ഭയങ്കര സ്ട്രെസ്സാണ്. പിന്നെ ഇത്രയും ഞാൻ പൊതിച്ചോറൊക്കെ കെട്ടി ആശുപത്രി ചെന്ന് അവിടെ കയറ്റാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഒത്തിരി കരഞ്ഞവിടെ നിന്ന്. എന്നിട്ട് പിന്നെ ആ സെക്യൂരിറ്റി മേടിച്ചുകൊണ്ട് പോയി. പിന്നെ എനിക്ക് എല്ലാ 3-ാമത്തെ ഞായറാഴ്ചയും ഞങ്ങളുടെ പള്ളിയിലെ യൂത്തുകാർ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ പൊതിച്ചോറ് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. ആദ്യത്തെ 2 മാസങ്ങളിൽ ഞാൻ ഉഴപ്പായിരുന്നു. ആദ്യത്തെ 2 ഉടമ്പടി എടുത്തപ്പം 3-ാമത്തെ ഉടമ്പടി തൊട്ട് ഞാൻ എല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇച്ചിരി താമസിച്ചാൽ ദൈവം മാതാവ് നമുക്ക് സാധിച്ചു തരും. ആരുടെ ആഗ്രഹം മാതാവ് സാധിച്ചതായിരിക്കത്തില്ല. ഇത്രയും എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഏത് വർഷമാണ് നഴ്സിംഗ് പാസ് ഔട്ട് ആയത്? നഴ്സല്ലേ പ്രൊഫഷണൽ? മൊത്തം ഇപ്പം 14 വർഷമായി പാസ്സായിട്ട്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. 14 വർഷമായിട്ട് വിദേശത്തോട്ട് പോകാനൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിലും അതിനൊരു വഴി തുറന്ന് കിട്ടിയിരുന്നില്ല എന്നാണ് പറഞ്ഞത്. കൃപാസനത്തിലൂടെ കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന ഫലമായിട്ട് 39-ാമത്തെ വയസ്സിലും ആവശ്യമായിട്ടുള്ള സ്കോറ് IELTS വഴി പാസ്സാവുകയും ഒപ്പം തന്നെ ഇപ്പോൾ വിസ എല്ലാം കിട്ടി, ഓഫർ ലെറ്റർ എല്ലാം റെഡിയാണ്, പോയാൽ മതി. നമുക്കറിയാം മരിയൻ ഉടമ്പടി വലിയ സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. 2004 ഡിസംബർ 7-ാം തീയതി ദൈവമാതാവ് എൽത്താരയിൽ സമയഘടികാരം നെഞ്ചി ചാർത്തിയാണ് പ്രത്യക്ഷയായത്. അതുകൊണ്ട് തന്നെ മാതാവിന് സമയത്തിൻ്റെ മേൽ വലിയ മധ്യസ്ഥ സ്വാധീനമുണ്ട് എന്ന് വെളിവാക്കുന്നതാണ് കൃപാസന അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളും. അത് കൂടുതൽ നിബന്ധനകൾ വിശ്വസ്താപൂർവ്വം പാലിക്കുന്നതനുസരിച്ചാണ് ഈ സമയ ചുരുക്കം പ്രാപിച്ച് എത്രയും വേഗം സാക്ഷ്യം പറയാനൊരു വ്യക്തി ഇടയാക്കുന്നത്. ഇപ്പോൾ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ആദ്യമൊക്കെ മരിയൻ ഉടമ്പടിയിൽ അത്രയേറെ വിശ്വസ്തയോടെയൊന്നും മുന്നേറാൻ സാധിച്ചില്ലെങ്കിലും വീണ്ടും ഉടമ്പടി പുതുക്കി സാക്ഷ്യങ്ങൾ കേട്ട് ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കേട്ട് വന്നപ്പോൾ ഉടമ്പടി നിബന്ധനകൾ കൂടുതൽ പാലിച്ച് വിശ്വസ്തയോടെ പാലിച്ച് മുന്നേറുവാനുള്ള ആ ഒരു വലിയ കൃപ കിട്ടി. ഒപ്പം തന്നെ ഈ സാക്ഷ്യ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഭർത്താവും മക്കളൊക്കെ ഒന്നിച്ചിരുന്നാണ് സാക്ഷി ശുശ്രൂഷയും ധ്യാനവും ഒക്കെ കൂടിയിരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അവരുടെ വിശ്വാസ ജീവിതവും അതുവഴി ശക്തിപ്പെടുവാൻ ഇടയാക്കി. ഒപ്പം തന്നെ ഈ മരിയൻ ഉടമ്പടിയായിട്ട് ഒത്തിരിയേറെ ചെറിയൊന്നും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിൽ ലഭിച്ചത്. എല്ലാത്തിനും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.